ആരിസ്ക വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഫൈബർ ഗ്ലാസ് ഈ ഒരു ഓലൻ്റെ മുകളിൽ ചുറ്റിട്ട് തീ കൊടുത്തിട്ട് കത്തിയിട്ടില്ല. അതേമാതിരി വരുന്ന ബാറ്ററികളിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് സേഫ്റ്റി കാര്യങ്ങൾ ഉണ്ടാവില്ല. ആരിസ്ക ക്വാളിറ്റി കുറഞ്ഞ ബാറ്ററി യൂസ് ചെയ്തിട്ടാണോ ഇത് ഉണ്ടാവുന്നത്? അത് അങ്ങനെ തന്നെ ഒന്നും പറയാൻ പറ്റൂല. കാരണം ക്വാളിറ്റി ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓല, പിയർ ഹെവി എന്നീ ഇലക്ട്രിക് വണ്ടി കത്തിയ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം ഡീറ്റെയിൽസ് ആയി പറയാൻ ഏകദേശം ഒരു 30 വർഷം പരിചയമുള്ള നമ്മൾ ആരിസ്ഖാനുണ്ട്. ആരിസ്ഖാനോട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുക, എന്തുകൊണ്ട് ഈ ഓല, ഈ പിയർ ഹെവി ഇലക്ട്രിക് വണ്ടി കത്തിയതിനുള്ള കാരണങ്ങൾ വിശദീകരിച്ച് നമുക്ക് ചോദിക്കുക. അപ്പോൾ എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. ആരിസ്ക, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 30 വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു അച്ഛനും മകളും മരിച്ച്, അത് കഴിഞ്ഞിട്ട് പിയർ ഇവിൻ്റെ ഒരു വണ്ടിയും കത്തി. ഒരു എന്തുകൊണ്ട്, എന്താ കാരണം എന്താണ്? അത് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ചാർജിങ്, പിന്നെ ചാർജർ, അതേമാതിരി ബാറ്ററി എന്ന് പറഞ്ഞാൽ കുറേ ചെറിയ സെല്ലുകൾ കൂടിയിട്ടാണ് ഈ ബാറ്ററി വരുന്നത്. അതേമാതിരി പിന്നെ ഇതിൻ്റെ BMS എന്ന് പറഞ്ഞ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫാൾട്ട് വരികയാണെങ്കിൽ ഈ പവർ തമ്മിൽ ഷോർട്ടായിട്ട് അത് പിന്നെ അതിന് ആ ഷോർട്ട് വരുന്ന സമയത്ത് ഇതിൽ സിസ്റ്റം എന്തെങ്കിലും പിന്നെ ഈ ഓവർ ഹീറ്റ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി കട്ടാനുള്ള സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ അത് ബ്ലാസ്റ്റ് ആയിട്ട് തന്നെ പോകും. മെയിനായിട്ട് ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കും. ഈ ക്വാളിറ്റി കുറഞ്ഞ ബാറ്ററി യൂസ് ചെയ്തിട്ടാണോ ഇത് ഉണ്ടാവുന്നത്? അത് അങ്ങനെ തന്നെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ക്വാളിറ്റി കുറഞ്ഞ ബാറ്ററി ഉപയോഗിച്ചാൽ ഇപ്പോൾ നമ്മളൊരാൾ പിന്നെ എന്ത് കാരണം കൊണ്ടും ആൾ പിന്നെ മരിക്കുന്നുണ്ടല്ലോ, അതേമാതിരി തന്നെ ഇതിനും പല കാരണം കൊണ്ടും ഈ ബ്ലാസ്റ്റ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് വണ്ടി പൊട്ടിത്തെറിക്കണൊക്കെ സംഭവങ്ങൾ നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ ഒരു ചൂടുകാലം ആയതുകൊണ്ടാണോ? ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കണ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്? അത് ചെറിയൊരു ശതമാനം അതിൽ ഹീറ്റ്, പുറമേയുള്ള ഹീറ്റും കൂടി വരും. കാരണം എന്താ പറഞ്ഞാൽ ഈ പിന്നെ ലിഥിയം അയൺ ബാറ്ററിക്ക് 55% ടെമ്പറേച്ചർ താങ്ങാനുള്ള കഴിവുണ്ട്. ലിഥിയം ഫോസ്ഫേറ്റ് ആണെങ്കിൽ അത് 60% പിന്നെ ഹീറ്റ് താങ്ങാൻ കഴിവുണ്ട്. അതിലധികം വന്നാൽ പിന്നെ പൊട്ടുന്നല്ല, പക്ഷെ അതിന് ചാൻസ് കൂടുതലാണെന്ന് മാത്രമേ. നോർമലി ഇപ്പോൾ എല്ലാ വണ്ടിക്കും യൂസ് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററി ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചൂട് ടെമ്പറേച്ചർ അങ്ങനെയല്ല. അതിൽ എന്താ സംഗതി പറഞ്ഞാൽ ഈ ബാറ്ററികൾ ടെമ്പറേച്ചർ ഉള്ളോട്ട് കയറാണ്ടോ അല്ലെ ഉള്ളിലെ ടെമ്പറേച്ചർ പുറത്തേക്ക് വരാണ്ടോ ഓരോ സെല്ലും ഹീറ്റിങ്ങിൻ്റെ സിസ്റ്റം അല്ലേ സിസ്റ്റത്തിൽ ചെയ്യണം. ഇപ്പം വരുന്ന എല്ലാ ഇലക്ട്രിക് വണ്ടിക്കും ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടോ? ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ അവർ സാധാ പിന്നെ ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങ് തരുന്നതാണ്. കാരണം പിന്നെ എന്താ പറഞ്ഞാൽ അതും കൂടി കുറച്ച് പിന്നെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം കമ്പനികൾ. കാരണം എന്താ പറഞ്ഞാൽ ഈ ഫൈബർ ഗ്ലാസ് ഇൻസുലേറ്റഡ് ചെയ്തിരിക്കണം. ഫൈബർ ഗ്ലാസ് ഇൻസുലേറ്റഡ് അത് ഒരു കമ്പനി ഇതുവരെ ചെയ്തിട്ടില്ലേ? പിന്നെ ചെയ്തതായിട്ട് കാണുന്നില്ല. അത് ഇപ്പോൾ ഒരു പുതിയൊരു വണ്ടി ഇറക്കുമ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. അപ്പം ഏതൊരു കമ്പനി ആണെങ്കിലും പുതിയൊരു വണ്ടി ഇറക്കുമ്പം ഇതൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിയിലല്ല ഇറക്കേണ്ടത്. ആരിസ്ഖാൻ അതിനോട് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഫൈബർ ഗ്ലാസ് ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഓരോ പിന്നെ സെല്ല് അത് തമ്മിൽ ഒരയാൻ പാടില്ല. പിന്നെ അതേമാതിരി വേറെ എവിടെയെങ്കിലും ഒരു ഷോർട്ട് വന്നാൽ ഈ എവിടെയെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ വെൽഡിങ് സെറ്റിലൊക്കെ ഉണ്ടല്ലോ, വെൽഡ് ചെയ്യുന്ന ഹൈ ഇതിൽ ആംബിയർ ലൈഫ് കഴിഞ്ഞാൽ ചിലപ്പോൾ കേബിൾ പൊട്ടുന്നുണ്ട്. ഈ കേബിൾ പൊട്ടുന്ന സ്ഥലത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സാധാരണ ഫയറിങ് ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞാൽ ഫൈബർ ഗ്ലാസ് ടാപ്പ് ജോയിന്റ് വരുന്നിടത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഫൈബർ ഗ്ലാസ് ടാപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ എത്ര വലിയ അലൂമിനിയം കോപ്പറും ആയാലും കട്ടായി നിൽക്കും എന്നല്ലാണ്ട് അതിൻ്റെ ആ ബ്ലാസ്റ്റ് പുറത്തേക്ക് വരില്ല. അതേമാതിരി തന്നെ ഇപ്പോൾ പെട്രോൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഒരു ചെറിയൊരു തീൻ്റെ ഒരു അംശം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അത് സ്വതവേ എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനനുസരിച്ചുള്ള സേഫ്റ്റി കാര്യങ്ങൾ ചെയ്തിട്ടാണ് വണ്ടി ഇറക്കുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഈ ഇലക്ട്രിക് വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അത്രക്കും സേഫ്റ്റി ഉണ്ടാവില്ലേ? സേഫ്റ്റി വരും. കാരണം ഇതെന്താ പറഞ്ഞാൽ ഈ പിന്നെ ഓരോ പിന്നെ ഭാഗവും എത്രയും കെയർ ചെയ്ത് ഇൻസുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന വിഷയം എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ള ബാറ്ററിൻ്റെ സൈസ് വലുതാവും. സെല്ലുകൾ അത്യാവശ്യം വലുപ്പമുള്ള ഉണ്ടാവും അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും ആരിസ്ഖാൻ പറയാനുണ്ടോ പൊട്ടിത്തെറിക്കാനുള്ള മെയിൻ കാരണങ്ങൾ? ഇത് തന്നെ. ഇനി എന്താണോ അതിൻ്റെ ഒരു പിന്നെ ഇത് സേഫ്റ്റി ചെയ്യേണ്ടത് അത്
പിന്നെ കമ്പനികൾ ചെയ്തിരിക്കണം. അതേമാതിരി നമ്മളിപ്പം വണ്ടിക്ക് അത്രയ്ക്ക് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി കൈ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ വർക്ക് ഒക്കെ ചെയ്യല്ലോ. ആ എക്സ്ട്രാ വർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല, മോഡിഫിക്കേഷൻ പാടില്ല. കാരണം എന്താ പറഞ്ഞാൽ അത് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ പവറുള്ള ബാറ്ററി വെക്കും. അതെന്താ പറഞ്ഞാൽ ഇതിന് ഓരോ പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ 16 ആംപിയറിൻ്റെ MCB ആണ് എന്തിന് വെള്ളമടിക്കുന്ന 1 HP മോട്ടറിന് കൊടുക്കുന്നത്. അതിപ്പോൾ 10 ആംപിയറിൻ്റെ ആണ് കൊടുക്കുന്നതെങ്കിൽ വെള്ളം അടിയും, പക്ഷേ ചിലപ്പം പെട്ടെന്ന് ഓഫായി പോകും. അതേ സ്ഥാനത്ത് ഇത് 20 ആംപ്സിൻ്റെ അത് MCB ഡ്രിപ്പായി പോകുന്ന പിന്നെ വോൾട്ടേജ് കുറവുള്ള സമയത്ത് 16ൻ്റെ MCB ഡ്രിപ്പാവും. ഈ ഡ്രിപ്പായി പോകുന്ന MCBൻ്റെ കുഴപ്പമെന്ന് വിചാരിച്ചിട്ട് 20ൻ്റെ MCB വെച്ച് കഴിഞ്ഞാൽ മോട്ടർ കത്തും. അതേ സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. കാരണം 100 കിലോമീറ്റർ കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്ത് 300-400 കിലോമീറ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ. ലൈഫ് തന്നെ പ്രശ്നമാണ്. അപ്പം വേറെ ഇപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ വാട്ടർ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ? വെള്ളം സാധാരണ നിലയിൽ അങ്ങനെ കയറാനൊരു ചാൻസ് കാണുന്നില്ല. പിന്നെ ആകെ ഒരു ഭാഗം വരുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ചാർജ് ചെയ്യുന്ന പിന്നിൽ അത് എന്താ സംഗതി പറഞ്ഞാൽ സാധാരണ DC വോൾട്ടിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. 2 ലീഡ് വരുന്നുള്ളൂ. ആ ലീഡിൽ എന്താ പറഞ്ഞാൽ സാധാരണ നമ്മൾ വണ്ടീനൊക്കെ ബാറ്ററി കഴിയാലും വലിയ കുഴപ്പം. കാരണം വോൾട്ട് കുറവും ആംപിയർ കൂടുതൽ അങ്ങോട്ട് വോൾട്ട് കുറവായത് കാരണം ഒരു വലിയൊരു കംപ്ലൈൻറ്റ് വരുന്നില്ല. ഓക്കെ. കഴിഞ്ഞ ദിവസം ആരിസ്ക കണ്ടിട്ടുണ്ടാവും ഒരു അച്ഛനും മകളും മരിച്ചതുപോലെ വളരെ സങ്കടപരമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. അത് എന്ത് റീസൺ ആണെന്ന് ആരിസ്കക്ക് പറയാൻ പറ്റുമോ? അത് ഞാൻ അറിഞ്ഞ എന്താ പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഹൈ വോൾട്ട് ലൈനിൽ വന്നിട്ട് ഈ പിന്നെ ചാർജർ കംപ്ലൈൻ്റ് ആയിട്ട്. ചാർജർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ കംപ്ലീറ്റ് പിന്നെ കോയിലൊന്നല്ല, ഫുള്ള് ബോർഡാണ്. ബോർഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് IC കാര്യങ്ങളൊക്കെയാണ്. ഈ IC ഷോർട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് കറണ്ട് ബാറ്ററിയിലേക്ക് പായും. അന്നേരം അത് പിന്നെ ഇത്ര DC വോൾട്ട് വരുന്നതിന് ബദൽ നേരിട്ട് പവർ വരുമ്പോൾ ബാറ്ററി ബ്ലാസ്റ്റ് ആവും. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അല്ല, അതിന് എന്താ പറഞ്ഞാൽ ഈ ചാർജർ കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ളത് വേണം. ഈ ഒരു സൊല്യൂഷന് വരിക എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ലൈനിൽ വരുന്ന വോൾട്ട് പിന്നെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം അതിൽ വരണം. ഇത്ര നല്ല ക്വാളിറ്റിയിൽ ഒരു വണ്ടി ഇറക്കുമ്പം ഈ ഒരു സിസ്റ്റം കൂടി കമ്പനി മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതുണ്ടാവും. കാരണം ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ ഞാൻ 106 രൂപയാണ് പറഞ്ഞെങ്കിൽ ഇന്ന് 111.44 പൈസയാണ്. ഒരുപാട് ആൾക്കാർ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വണ്ടി നോക്കുന്നുണ്ട്, ബുക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ 2 ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ വന്ന ഈ ഒരു ന്യൂസ് ഒരുപാട് ആൾക്കാർക്ക് അമ്പരിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഹരിസ്ക? അല്ല, അത് സംഗതി എന്താ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എടുക്കുന്നത് പിന്നെ കംപ്ലീറ്റ് വണ്ടികളെ പറ്റി പഠിച്ചതിന് ശേഷം വണ്ടി പോയി എടുക്കും. കാരണം എന്താ പറഞ്ഞാൽ ഓരോ വണ്ടിക്ക് ഓരോ ക്വാളിറ്റി. അപ്പോൾ അധികം ബ്ലാസ്റ്റ് ആകുന്ന ടൈപ്പിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞാലും അവർ പിന്നെ അതിനെപ്പറ്റി പഠിച്ചിട്ട് അത് വേറെ മോഡൽ ഇറക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇറക്കുന്ന സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എടുക്കാം. മറ്റെന്താ പറഞ്ഞാൽ നമ്മളൊരു ധൈര്യക്കുറവിൽ കൊണ്ടിറക്കേണ്ട സിസ്റ്റമാണ്. ഒരുപാട് ഇലക്ട്രിക് വണ്ടി ഇവിടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ പിയർ ഈവിൻ്റെ ഓലൻ്റാണ് ഇപ്പം കത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ വേറെയും വണ്ടികളുണ്ട്. സമൂഹ മാധ്യമങ്ങൾ പബ്ലിസിറ്റി ഇല്ലായിട്ടാണ്. അപ്പോൾ ഏകദേശം 5 വർഷമായിട്ട് ഇതുവരെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത് ഹീറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണോ? ഹീറ്റിംഗ് സിസ്റ്റം ഉള്ളതുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുമോ ബാറ്ററി? ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കൂളിംഗ് കൊടുക്കുന്നത് അത് എല്ലാ ഭാഗത്തിനും റെഡിയല്ല. കാരണം ബാറ്ററിക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ കൂളിങ്ങിന് വേണ്ടി ഫാന് കൊടുത്തിട്ടൊരു കാര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ അത് പിന്നെ അഥവാ ലൂസ് കോണ്ടാക്റ്റ് ആയിട്ടാണ് ബ്ലാസ്റ്റ് ആകുന്നതെങ്കിൽ അത് അധികം ചാൻസേ വരൂ. കാരണം ഇതാവാൻ എന്താ പറഞ്ഞാൽ അതേ ഇതിൽ ഇങ്ങനെ പിന്നെ അതിനൊക്കെ ഫൈബർ ഗ്ലാസ് ഇൻസുലേറ്റഡ് ആണ്. ഫൈബർ ഗ്ലാസ് ഇൻസുലേറ്റിംഗിന്റെ സിസ്റ്റം നമുക്ക് കാണിക്കാൻ ആരിസ്ക കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മൾ സാമ്പിൾ നോക്കാം. ആ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി അത്രക്കും സേഫ്റ്റി വരും. കാരണം എന്താ പറഞ്ഞാൽ അതേമാതിരി പിന്നെ ഈ BMS-ഉം ബാറ്ററിയും അത് അടുപ്പിച്ച് വെക്കാൻ പാടില്ല. കാരണം നമ്മൾ വിറകടുപ്പിൻ്റെ എരിയത്ത് മറ്റേ ഈ മണ്ണെണ്ണ പെട്രോളൊക്കെ വെക്കുന്ന മാതിരിയാണ്. അത്രക്കും ഡേഞ്ചറാണ്. അതേമാതിരി തന്നെ ആരിസ്കാനോട് മെയിനായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു ചാർജിങ് സിസ്റ്റം, അതായത് ഇപ്പോൾ ഒറ്റ ചാർജിൽ ഏകദേശം കമ്പനി 100 കിലോമീറ്റർ 150 കിലോമീറ്റർ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 70 കിലോമീറ്റർ യാത്ര ചെയ്ത് അല്ലെങ്കിൽ 140 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ യാത്ര ചെയ്ത് വണ്ടി ഫുള്ള് ബാറ്ററിയുള്ള ഫുൾ ചാർജ് തീർത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവില്ലേ? കംപ്ലൈൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പറഞ്ഞ ലൈഫ് കിട്ടും. പക്ഷേ എങ്കിൽ അതിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് 1000 സൈക്ലിങ്ങൾ ലിഥിയം അയണ് ചിലപ്പോൾ 1500 സൈക്ലിങ്ങിൽ വരും. എങ്ങനെ പറഞ്ഞാൽ അത് നമ്മൾ ഫുള്ള് പിന്നെ
ചാർജ് തീരാണ്ട് ഒരു 10%, 15% ഉള്ള ടൈമിന് ചാർജ് ചാർജ് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ലൈഫ് കിട്ടും. പക്ഷെ ഇത് ചാർജ് ഫുള്ളും കഴിഞ്ഞിട്ട് ചാർജ് കുത്തി കഴിഞ്ഞാൽ ലൈഫ് കുറയും ചെയ്യും. പിന്നെ അതേമാതിരി പിന്നെ നമുക്ക് പിന്നെ ഈ ഫാസ്റ്റ് ചാർജിങ് ശരിക്കും പിന്നെ അത് അത്യാവശ്യ ഘട്ടങ്ങളിലേ പറ്റൂ. കാരണം എന്താ പറഞ്ഞാൽ അതും ഈ ബാറ്ററീൻ്റെ ലൈഫിന് ബാധിക്കും. അല്ല, ഇപ്പോൾ ഓലൻ്റെ തന്നെ പുതിയൊരു അപ്ഡേഷൻ കണ്ടിട്ടുണ്ട്, 5 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന എന്തോ ഒരു സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ട്. പക്ഷെ അത് ആംപെയർ കൊടുക്കുകയാണ്. പക്ഷെ എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ ഒരു പിന്നെ 1 ഇഞ്ച് പൈപ്പ് എടുത്തിട്ട് നമ്മൾ 1 HP മോട്ടറിൽ ഫിറ്റ് ചെയ്ത് വെള്ളം അടിക്കുന്നത്, അത് 5 HP പിന്നെ മോട്ടറിൽ കൊടുത്താലും വെള്ളം പോകും. പക്ഷെ എന്താണ് പൈപ്പ് പൊട്ടാനുള്ളൊരു ടെൻഡൻസി കൂടുതലുണ്ടാവും. അതേമാതിരി ആണ് ഈ ഒരു ഇതിലും വരിക. ഓക്കെ, അപ്പോൾ ആരിസ്ക പറഞ്ഞ മാതിരി നമുക്ക് ഇത് ചെയ്തു നോക്കാം. ആ ഒരു സേഫ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എന്താണ്, എന്തുകൊണ്ട് കമ്പനി ചെയ്യാത്തത്? കമ്പനികൾ എന്താ പറഞ്ഞാൽ ഇത് പഠിക്കുന്നുണ്ടാവും. കാരണം പിന്നെ ഏത് ഇതാണെങ്കിലും അവർ പിന്നെ ഒരു ഡെമോ ചെയ്യുന്നുണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ പിന്നെ ചിലർ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ചിലപ്പം ചൈനയിൽ നിന്നൊക്കെ ലോ ക്വാളിറ്റി കൊണ്ടുവന്നില്ല. ഇതിപ്പോൾ ആരിസ്ക പറഞ്ഞ മാതിരി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നീട് അത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവും? എങ്ങനെയാ? ഇപ്പം ആരിസ്ക ഇപ്പോൾ ചിന്തിച്ച മാതിരി അവരും ചിന്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അത് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് ചെയ്തത് മൂലം വേറെ അതിന് വരുന്ന ഒരു ഇതാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ബാറ്ററി പിന്നെ കുറേ സെല്ലുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഒരു സെല്ല് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പക്ഷെ മറ്റേ ആകുമ്പോൾ മൊത്തത്തിൽ നമ്മൾ മാറ്റേണ്ടി വരും. കാരണം അത് എന്താ പറഞ്ഞാൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഈ സേഫ്റ്റി ആണ്. പക്ഷെ ഒരു സെല്ല് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അതെന്താണ് പിന്നെ ഈ ഇതിൽ ഇൻസുലേറ്റഡ് പിന്നെ ഒഴിച്ചിട്ട്, കാരണം പിന്നെ ചില നമ്മൾ പാനലൊക്കെ കാണല്ലോ ഫുള്ള് ഒരു മേഘമായൊരു സാധനം ഫുള്ള് നിറച്ചിട്ടിട്ട്, അതെന്താ പറഞ്ഞാൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം ലൂസ് കോൺടാക്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ ഉറപ്പിക്കുന്നത്. ഓക്കെ, എന്തായാലും ആരിസ്ക പറഞ്ഞ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കമോൺ. നമ്മൾ പിന്നെ പറഞ്ഞ ആ ഒരു സാമ്പിൾ ടെസ്റ്റിംഗ് ഇല്ലേ, അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് വെറും ഒരു സിൽക്കിൻ്റെ നാടയൊന്നല്ല, ഇത് ഫൈബർ ഗ്ലാസ്സാണ് സാധനം. ഇതിലങ്ങനെ ഹീറ്റ് പിന്നെ റെസിസ്റ്റൻസ് ചെയ്യുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇത് കത്തുന്ന ഓലയാണെന്നുള്ളത് കാണിക്കുകയാണ്. ഇത് കത്തുന്ന ഓലയാണ്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഹീറ്റ് വന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇതേമാതിരി നമ്മളെ ബാറ്ററി നമ്മൾ പിന്നെ ഓരോ സെല്ലും ഇൻസുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് ഒരു സെല്ലിൽ എല്ലാം ലൂസ് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ലൂസ് കോൺടാക്റ്റ് ഉള്ള ഭാഗം അടക്കം ഈ പിന്നെ ഫൈബർ ഗ്ലാസ്സിൽ ഇൻസുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഹീറ്റായിട്ട് അത് പുറത്തേക്ക് വരില്ല. അത് ഉള്ളിലുള്ള ഇതാണെങ്കിൽ ഉള്ളിൽ കണക്ഷൻ കട്ടായിട്ട് ഉള്ളിലടക്കിടക്കും, പിന്നെ പുറത്തേക്ക് വന്ന് ഒരു ഫയറിങ് ഉണ്ടാവില്ല. നിങ്ങൾ ആരിസ്ക വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഫൈബർ ഗ്ലാസ് ഈ ഒരു ഓലൻ്റെ മുകളിൽ ചുറ്റിട്ട് തീ കൊടുത്തിട്ട് കത്തിയിട്ടില്ല. അതേമാതിരി വരുന്ന ബാറ്ററികളിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് സേഫ്റ്റി കാര്യങ്ങൾ ഉണ്ടാവില്ല ആരിസ്ക. കാരണം എന്താ പറയുക, ഈ ഷോർട്ട് വരിക, ആ ഭാഗം അവിടെ റിമൂവായി മുറിഞ്ഞ് പോവുക എന്നുള്ളതല്ലാണ്ട് പിന്നെ അതിലൊരു ബ്ലാസ്റ്റ് പുറത്തേക്ക് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ബ്ലാസ്റ്റ് കാര്യങ്ങളൊന്നും പുറത്തുണ്ടാവില്ല. അത്രയും സേഫ്റ്റിയോട് കൂടി ആരിസ്ക ചിന്തിച്ച് എന്തുകൊണ്ട് കമ്പനി ചിന്തിച്ചില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അല്ല, കമ്പനി അതെങ്ങനെയാന്ന് പറഞ്ഞാലും അത് ഒരു ഇപ്പം നമുക്കിപ്പോൾ പിന്നെ ഈ ഒരു 100-500 കൊല്ലം മുന്നുള്ള ഒരു മനുഷ്യൻ ഇപ്പം ഈ ഭൂമിയിൽ വരികയാണ്, ചിന്തിക്കുക ഇതൊന്നും എന്താ ഇങ്ങനത്തെ ഒരു TV ഇല്ല. പിന്നെ അത് എന്താണ് കാലഘട്ടത്തിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ മാറി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ലിഥിയം സാധാരണ ലെഡ് ആസിഡ് ഒഴിവാക്കി പിന്നെ നമ്മൾ പിന്നെ ഇത് ലിഥിയം അയൺ കൊബാൾട്ടിൽ വന്നു. ഇനി അത് ഫോസ്ഫേറ്റിലേക്കാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ടെക്നോളജി ഇങ്ങനെ അപ്ഡേഷൻ ആയോണ്ടിരിക്കും. പിന്നെ പുതിയ ബാറ്ററി ആയിട്ട് മറ്റേ
ടൈറ്റാനിയം ബാറ്ററി ഇറങ്ങുന്നു. ഓക്കെ ടൈറ്റാനിയം ബാറ്ററി ഇറങ്ങുക പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് നമ്മളെ മനുഷ്യൻ്റെ ലൈഫിന് കണക്കാണ്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ബൈ.